പൊക്കമില്ലാത്തതിൻ്റെ പേരിൽ MLA ആയാൽ പോലും ചിലപ്പോൾ ബോഡി ഷെയ്മിങ്ങിന് വിധേയമാകേണ്ടി വരും. ഇത് സംഭവിച്ചത് കേരളത്തിലാണ്. കേരള നിയമസഭയിലാണ് ഇങ്ങനെ ഒരു MLAക്ക് ബോഡി ഷെയ്മിങ്ങിന് വിധേയനാകേണ്ടി വന്നത്. കേരളത്തിലെ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള വളരെ മിടുക്കനായ ഒരു MLAയാണ് ശ്രീമാൻ നജീബ് കാന്തപുരം. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും പെരിന്തൽമണ്ണയിലെ ഒരു വോട്ടർ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ 8 അടി എന്ന് പരിഹസിച്ച ആ മനുഷ്യനുണ്ടല്ലോ, ഞങ്ങളുടെ MLA ആണ്. ഞങ്ങൾ അത് ഏറ്റെടുത്തെന്ന പരിഹാസവുമായി ഇനി വരണ്ട. സാഹചര്യങ്ങളും നിങ്ങളുടെ പരിഹാസവും അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ്. അതെ, ആ നജീബ് കാന്തപുരത്തെ കുറിച്ച്, ആ പൊക്കമില്ലായ്മയെ കുറിച്ച് ഞങ്ങൾ വാനോളം അഭിമാനത്തിലാണ്. നിങ്ങൾ ഇന്നേ വരെ കണ്ട ഒരു ജനപ്രതിനിധിയും ചെയ്തിട്ടില്ലാത്ത വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ MLA മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതെ, സിവിൽ സർവീസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാത്രം 4 വർഷങ്ങൾ കൊണ്ട് മാത്രം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി 20ലധികം ആളുകളാണ് സിവിൽ സർവീസിൽ തന്നെ കയറിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവച്ചൊരു കുറിപ്പ് വളരെ പ്രധാനമായിരുന്നു. വെറും 38 വോട്ടിന്റെ ലീഡിനാണ് ഞാൻ ജയിച്ചു കയറിയത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാർക്കുള്ള പരീക്ഷയിൽ ഞങ്ങളുടെ 37 കുട്ടികൾ വിജയിച്ചു കയറിയിരിക്കുന്നു. 20ലധികം കുട്ടികൾ പലയിടങ്ങളിലായിക്കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ കസേരയിൽ ഇരിക്കുന്നു. ഒറ്റ പരീക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നുണ്ടോ ഇത്ര വലിയ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം ചെറിയ കാലഘട്ടം കൊണ്ട് സാധ്യമാവുന്നത്? SI-മാരായി പോയ 3 പേർ, PSC പരീക്ഷ എഴുതി വിവിധ തസ്തികകളിൽ ഇന്ന് ജോലി ചെയ്യുന്ന 10ലധികം ആളുകൾ, സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി കിട്ടിയ 3ലധികം ആളുകൾ, 30ലധികം നെറ്റ് ക്ലിയർ ചെയ്ത കുട്ടികൾ, ഇങ്ങനെ ജോലിയിലും വിദ്യാഭ്യാസത്തിലും വിപ്ലവാത്മകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി രക്തത്തിളപ്പുണ്ടാവാറുണ്ട്. ആ MLA ചൊല്ലിയാണ്. നിങ്ങൾക്ക് സാധ്യമാവുമോ? നിങ്ങൾക്ക് സ്വപ്നം കാണാനെങ്കിലും സാധ്യമാവുമോ അങ്ങനെ ഒരു മാറ്റം? ഇത് വിദ്യാഭ്യാസപരമായി മാത്രമല്ല. പെരിന്തൽമണ്ണയിലേക്ക് നിങ്ങൾ വരും, രാഷ്ട്രീയ ഭേദമന്യേ ഏത് മനുഷ്യനോടും ചോദിക്കൂ, അവരിലൊരു MLA സ്പർശം ഉണ്ടാവും. അംഗൻവാടി ടീച്ചർമാരിൽ, ആശാ വർക്കർമാരിൽ, ഹെൽത്ത് സെക്ടറിൽ ജോലി ചെയ്യുന്ന മനുഷ്യരിൽ, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരിലേക്കും ഹെൽത്ത് കാർഡായും അവരുടെ ആഘോഷങ്ങളായും അവരുടെ സേഫ്റ്റിയായും MLAയുടെ ഒരു ടച്ചുണ്ട്. ആ നേതാവിനെ ചൊല്ലി നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് അവലാതിയുണ്ടോ? ഞങ്ങൾക്കതില്ല. ഞങ്ങൾക്ക് ആവോളം അഭിമാനമേ ഉള്ളൂ. മറുപടി ഞങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു പോലുമില്ല. LSS-ഉം USS-ഉം NMMS-ഉം പരീക്ഷകൾക്ക് നിരന്തരമായി ഈ ക്രിയയുടെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വന്ന് പിന്നീട് മറുപടി പറഞ്ഞോളും. ഇപ്പോൾ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ക്രിയയുടെ അഥവാ MLAയുടെ പദ്ധതിയായി ക്രിയയുടെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കുന്ന വിദ്യാസമ്പന്നരായ കുട്ടികൾ വന്ന് നിങ്ങൾക്ക് മറുപടി പറഞ്ഞോളും. 8 അടി 3/4 അല്ല തലപ്പൊക്കമെന്ന് അവർ പിണറായി വിജയനെ തിരുത്തുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.